ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അജ ഏകാദശി ദിവസം. വിഷ്ണു ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പവിത്രമായ വ്രത ദിവസങ്ങളിൽ ഒന്നാണ് അജ ഏകാദശി എന്ന് പറയുന്നത്. ഭദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ഇത് വരുന്നത്. പാപമോചനമാണ് ഈ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഭഗവാന്റെ ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിച്ച ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടാകും. ചിലരാകട്ടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും ഈ വ്രതം അനുഷ്ഠിക്കുവാനോ പൂജകൾ നടത്തുവാനോ വഴിപാടുകൾ ചെയ്യുവാനോ ക്ഷേത്ര ദർശനം നടത്തുവാനോ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇന്ന് ചൊല്ലേണ്ട ഒരു അതിവിശേഷപ്പെട്ട മന്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഈ മന്ത്രത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു വെങ്കടാചലപതി മൂലമന്ത്രം കൂടിയാണ്. വെങ്കടാചലപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പണത്തിൻ്റെ ദേവൻ എന്നാണ് നമ്മളെല്ലാവരും വെങ്കടാചലപതി ഭഗവാനെ പറയുന്നത്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കടബാധ്യതകൾ തീർന്നു കിട്ടും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. നമ്മുടെ മാനസികപരമായ ഒരു ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും അതെല്ലാം ഇല്ലായ്മ ചെയ്യുവാനും ഈ മന്ത്രം നമുക്ക് ദിവസവും ജപിക്കാവുന്നതാണ്. എങ്കിലും ഇന്ന് ഏകാദശി തിഥി ആയതിനാൽ തന്നെ ഇന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ 27 തവണ ഈ ഒരു മന്ത്രം മാത്രം ചൊല്ലിക്കിടക്കുക. നിങ്ങൾ ഏത് ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ചൊല്ലുന്നത്, ആ ആഗ്രഹം ഉടനെ തന്നെ സഫലമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളിൽ പലരും കരുതും, ഒരു പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ, അല്ലെങ്കിൽ 27 പ്രാവശ്യങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ എന്നെല്ലാം. തീർച്ചയായും നമ്മൾ 1008 പ്രാവശ്യം ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിലും ആ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പൂർണ്ണമായ ഭക്തിയും ഭഗവാനോടുള്ള വിശ്വാസവും അത്യാവശ്യമാണ്. നിങ്ങൾ 1008 5000 തവണയോ ഒരു മന്ത്രം ജപിക്കുമ്പോഴും ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങളുടെ മനസ്സ് നിയന്ത്രണത്തോടു കൂടി നിങ്ങൾ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ചൊല്ലുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ മന്ത്രത്തിനുള്ള ഫലവും നമ്മളെ തേടി വരുന്നതായിരിക്കും. അതല്ലാതെ നമ്മൾ വളരെ വേഗത്തിൽ 1008 പ്രാവശ്യമോ അല്ലെങ്കിൽ 108 പ്രാവശ്യമോ ഒരു മന്ത്രം ജപിച്ചത് കൊണ്ട് അവിടെ കാര്യമില്ല. നിങ്ങൾ ഒരു തവണയാണെങ്കിലും ഒരു മന്ത്രം ജപിക്കുമ്പോൾ അത് പൂർണ്ണമായ വിശ്വാസം, നിങ്ങൾ ഏത് മന്ത്രമാണോ ചൊല്ലുന്നത് അവരിൽ നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ ആ ഒരു മന്ത്രം ചൊല്ലിയതിൻ്റെ ഫലം നമ്മളെ തേടി വരാതിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, പരിപൂർണമായ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും നമ്മൾ ഏതൊരു മന്ത്രം ചൊല്ലുകയാണെങ്കിലും അതിൻ്റെ ഫലം നമുക്കുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വെറും 27 പ്രാവശ്യം ഈ 27 പ്രാവശ്യം ചൊല്ലുമ്പോഴും ഭഗവാനിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരും തുണയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഈ ഒരു കാര്യം, ഏതൊരു കാര്യമാണോ നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്നത്, ആ കാര്യം നിറവേറി കിട്ടുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം. ഇനി അഥവാ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും നിറവേറ്റിയെടുക്കുവാനില്ല, എൻ്റെ ജീവിതം തന്നെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും എല്ലാ തരത്തിലുള്ള സുഖ ദുഃഖങ്ങളെയും ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാലും നമുക്ക് പൂർണ്ണ ഫലം തന്നെയാണ്. അപ്പോൾ ഏതാണ് ആ ഒരു മന്ത്രം എന്നു കാണാം. ഇനി ഈ മന്ത്രം ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് വെങ്കടാചലപതി ഭഗവാന്റെ മൂലമന്ത്രമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, കടം പ്രശ്നങ്ങൾ കൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നെല്ലാം പറയുന്നവർ നിത്യവും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് 27 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു വരിക. 27 പ്രാവശ്യം ഒരു ദിവസത്തിൽ നിങ്ങൾ ചൊല്ലി 27 ദിവസം ചൊല്ലുമ്പോഴേക്കും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നത് നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതാണ് ആ മന്ത്രമെന്ന് കാണാം. ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കിടേശായ നമഃ. ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം
നമോ ശ്രീ വെങ്കിടേശായ നമ എന്നുള്ള ഈ മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, തൊഴിൽ രീതിയായിട്ട് നമുക്ക് എന്തെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. തൊഴിൽ ആദ്യം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്തെല്ലാമോ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ദൃഷ്ടിദോഷമാണോ, ശത്രുദോഷമാണോ, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും ഈ ഒരൊറ്റ മന്ത്രം മാത്രം മതി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ്, വെങ്കിടേശ്വര മൂലമന്ത്രമാണ് ഇത്. ഈ ഒരു മന്ത്രം നമ്മൾ എപ്പോൾ ജപിച്ചാലും 100% ഫലം ലഭിക്കുമെങ്കിലും കൂടി ഇന്ന് ഏകാദശി തിഥി ആയതിനാൽ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടതാണ്. ഇനി ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നോൺ വെജ് കഴിച്ചിരിക്കാൻ പാടില്ല, പുലവാലായ്മ ഉണ്ടാകരുത്, അതുപോലെ തന്നെ പീരിയഡ്സ് ആയിരിക്കരുത്. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാതെ പൂജാമുറിയിൽ കയറി ഇരുന്നു കൊണ്ട് തന്നെ ഇത് ജപിക്കണമെന്നും നിർബന്ധമില്ല. നമ്മൾ കിടന്നുറങ്ങുന്ന മുറി വൃത്തിയായിട്ടും ശുദ്ധമായിട്ടും ഉണ്ടെങ്കിൽ അവിടെ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ആദ്യം നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് 27 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 108 തവണ ചൊല്ലിയാലും തീർച്ചയായും ഫലം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ എത്ര കുളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പൂജകൾ കഴിഞ്ഞ് വന്നിരിക്കുകയാണെങ്കിലും ഒന്ന് കയ്യും മുഖവും കഴുകി താഴെ തറയിൽ ഒരു തുണിയോ മനപ്പലകയോ ഇരുന്നു കൊണ്ട് ജപിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കാര്യം ആഗ്രഹിച്ചാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് ഉടനടി എത്തിച്ചേരുന്നതായിരിക്കും. പിന്നീട് ഇന്നൊരു ദിവസം മാത്രമാണ് രാത്രി 12 മണിക്കുള്ളിൽ ജപിക്കുവാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ നാരായണ ഭഗവാന്റെ ദർശനത്തിന് പോകുന്ന സമയത്ത്, നാരായണ പൂജകൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ഈ ഒരു മന്ത്രം നമുക്ക് 108 ഉരു ജപിക്കാവുന്നതാണ്. 108 ഉരു ജപിക്കുന്ന സമയത്ത് എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് തുളസി മാലയോ സ്ഫടികമാലയോ ഇനി അഥവാ നമുക്ക് താമരമണി മാല ഉണ്ടെങ്കിൽ അതോ എടുക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ഗോവിന്ദൻ്റെ അനുഗ്രഹം മാത്രമല്ല പത്മാവതി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഹാലക്ഷ്മിയായ പത്മാവതി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക തടസ്സങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും കുടുംബത്തിൽ സമാധാനമില്ലായ്മ എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ഈ മന്ത്രം ഇന്ന് മറക്കാതെ 12 മണിക്കുള്ളിൽ ജപിക്കുക. ഇനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല, അനുഷ്ഠിച്ചവരാണെങ്കിലും ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യം ആഗ്രഹിച്ച് ഈ മന്ത്രം ജപിച്ചാലും അതിൻ്റെ ഫലം നമുക്ക് അപ്പോൾ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ, കൂടാതെ തന്നെ ഭഗവാന്റെ തിരു അവതാര കഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.